ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് അരിയോ ഉഴുന്നൊന്നും അരക്കാതെ നല്ല മുരുമുര എന്നുള്ളൊരു ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് വീട്ടിലൊക്കെ ബാക്കി വരുന്ന ബ്രെഡ് വെച്ചിട്ടാണ്. നല്ല ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഈ സൈസിലുള്ള 5 കഷ്ണം ബ്രെഡാണ്. ബ്രെഡിൻ്റെ 4 സൈഡിലുമുള്ള ബ്രൗൺ കളറിലുള്ള ഭാഗമെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. വീട്ടിൽ ബാക്കി വരുന്ന ബ്രെഡൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല. ഇതുപോലെ ദോശയോ ഉത്തപ്പമോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സൈഡെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ബ്രെഡ് നമുക്ക് കൈകൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പൊടിച്ചെടുത്ത ബ്രെഡിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപ്പുമാവിനൊക്കെ ഉപയോഗിക്കുന്ന റവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്ത് കട്ടയില്ലാതെ എടുത്തതിന് ശേഷം റവയെല്ലാം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി നമുക്കിത് മൂടി ഒരു 20 മിനിറ്റ് മാറ്റി വെക്കണം. മൂടി വെച്ചിട്ട് 20 മിനിറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റവയെല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി മിക്സി മൂടി ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ബാറ്ററി ഇപ്പോൾ ഈ കാണുന്ന പോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കണം. ബാറ്ററെല്ലാം നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ബാറ്റർ നന്നായിട്ട് അടിച്ച് മയപ്പെടുത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കൂടുതൽ വെള്ളം പോലെ അല്ല, എന്നാൽ കൂടുതൽ തിക്കും അല്ലാത്തൊരു പാകത്തിൽ വേണം നമ്മൾ കലക്കിയെടുക്കാനായിട്ട്. കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടി പോകരുത്. ഈ കാണുന്ന പാത്രമാണ് നമ്മൾ ദോശ ബാറ്റർ ഇരിക്കാനായിട്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. ദോശ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കുമ്പോഴേക്ക് നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. ഇനി ആ വെള്ളം ഒരു കിച്ചൺ ടിഷ്യോ അല്ലെങ്കിൽ ടവൽ വെച്ചിട്ട് തുടച്ച് കൊടുക്കണം. ഇനി തവയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഒന്ന് പരത്തി കൊടുക്കണം. നമ്മൾ സാധാരണ അരി ഉഴുന്നൊക്കെ അരച്ച് ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമ്മൾ മാവിട്ട് കഴിയുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ബബിൾസ് വന്ന് ഹോള് പോലെയൊക്കെ വന്നേക്കണ കാണാം. സ്റ്റവിൻ്റെ ഫ്ലെയിം കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി ഇതിൻ്റെ സൈഡിലും മുകളിലൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് നെയ്യോ ഒഴിച്ചു കൊടുക്കാം. ഈ ദോശ നമുക്ക് തിരിച്ചിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ ദോശ പാകമായി വന്നിട്ടുണ്ട്. നമുക്കിങ്ങനെ കൈ കൊണ്ട് മടക്കിയെടുക്കാം. നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയുമായി നമ്മുടെ ബ്രെഡ് ദോശ റെഡി ആയിട്ടുണ്ട്. ഈ റെഡിയായ ദോശ നമുക്കൊരു പ്ലേറ്റിലേക്ക് പോയിട്ട് മാറ്റാം. ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. ചൂടോടെ നമുക്ക് സാമ്പാർ, ചട്നി അല്ലെങ്കിൽ ഏതുതരം കറിയുടെ കൂടെ കൂട്ടി വേണമെങ്കിലും കഴിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്നതിൻ്റെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ മറക്കരുത്. വീണ്ടും ഇതുപോലുള്ള സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്